നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മാർച്ച് മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. അനിഴ നക്ഷത്രം എന്ന് പറയുമ്പോൾ വൃശ്ചികക്കൂറിലാണ്. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൂർവ്വപുണ്യ സ്ഥാനാധിപതിയായിരിക്കുന്ന വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം നല്ല ദൈവാധീനമുണ്ട്. ഒരു പരിവർത്തന യോഗമാണ്. 5ാം ഭാവാധിപതി 7ലും 7ാം ഭാവാധിപതി 5ലും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് പൂർവ്വപുണ്യങ്ങൾ നല്ല രീതിയിൽ അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട്. നിപുണായോഗമുണ്ട്. സംസാരം കൊണ്ട് നേട്ടങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. നല്ല രീതിയിൽ തൊഴിൽ അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാൻ യോഗമുണ്ട്. വിദേശത്ത് പോകാനായിട്ട് യോഗമുള്ള സമയമാണ്. 4ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ശശമഹായോഗത്തിൻ്റെതായിരിക്കുന്ന ഗുണം ചെയ്യുന്നുണ്ട്. കുടുംബസുഖം അനുഭവിക്കാൻ അതുകൊണ്ട് തന്നെ സാധിക്കും. കണ്ടകശനിയുടെ ദോഷവുമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന സമയത്ത് ചില സമയത്ത് പ്രതീക്ഷിക്കുന്നതിന് അത്രയും പ്രതിഫലം കിട്ടാതെ ഇരിക്കുക, അല്ലെങ്കിൽ അതിന് നമ്മുടെ പ്രയത്നത്തിന് തക്കതായിരിക്കുന്ന ഗുണം നമുക്ക് കിട്ടാതെ ഇരിക്കുക. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ദോഷം. കാരണം എന്താ വെച്ചാൽ ഈ കണ്ടകശനി നല്ല പ്രതീക്ഷ തന്ന് നല്ല ഉത്സാഹം തന്നിട്ടൊക്കെ അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് നമ്മളെ താഴോട്ടിടുന്ന രീതിയിൽ ഒന്നും കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയാണ് വരിക. അപ്പോൾ അങ്ങനെ അവസാനം വലിയൊരു നിരാശയും അതിന് മുമ്പ് നല്ല പ്രതീക്ഷയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക. അപ്പോൾ കണ്ടകശനി ദോഷമാണെങ്കിൽ പോലും ശശമഹായോഗത്തിൻ്റെതായിരിക്കുന്ന ഗുണം കൂടി ഉള്ളത് കാരണം കൊണ്ട് വലിയൊരു ദോഷമില്ലാതെ കണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്താണെങ്കിലും അയ്യപ്പക്ഷേത്ര നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ ലഗ്നാൽ 7 നിൽക്കുന്ന വ്യാഴം 5ാം ഭാവാധിപതിയാണ്. പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകുക, വിവാഹം, മംഗളകർമ്മങ്ങൾ നടക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ ദാമ്പത്യ സുഖം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. എന്നാൽ ലാഭസ്ഥാനത്ത് ഗണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കാലിൻ്റെ മുട്ടുകളായിട്ടുള്ള ഭാഗത്തുള്ള വേദന, വിഷമം പോലെയുള്ള പ്രശ്നങ്ങൾ, ഹൃദയസ്ഥാനത്ത് കൈകൾക്കുള്ള വേദന, അതേപോലെ ഹൃദയസ്ഥാനത്ത് ഉള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും മാരകാധിപത്യം വഹിച്ചു നിൽക്കുന്ന വ്യാഴം 7ാം ഭാവത്തിലായത് കാരണം കൊണ്ട് അതിൻ്റേതായിരിക്കുന്ന ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും പൊതുവേ ദൈവാധീനം ഉള്ള ദീർഘായുർയോഗം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ടും തൊഴിലിൽ ഉയർച്ച ഉള്ളത് കാരണം കൊണ്ടും വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ ഗുണമാണ്. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. ഭവനസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. കുടുംബ സ്വത്ത് കിട്ടാൻ യോഗമുള്ള സമയമാണ്. എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുണ്ടെങ്കിൽ ലഗ്നാധിപതി നിൽക്കുന്നത് ലഗ്നാൽ അഷ്ടമത്തിലാണ്. അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിൽ ഒരു കൃത്യതയില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം നമുക്ക് തന്നെ വിനയാകുന്ന ഒരവസ്ഥ കാര്യങ്ങളിലൂടെ കടന്നു പോകാനും സാധ്യതയുണ്ട്. ലഗ്നാധിപതി ലഗ്നാൽ അഷ്ടമത്തിക്കുന്നതാണ്. അത് കാരണം കൊണ്ട് മറ്റുള്ളവരോടൊക്കെ ഇടപെടുന്ന സമയത്ത് അത് സ്വാർത്ഥതയായിട്ട് മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മറ്റുള്ളവരെ വെറുപ്പിക്കാത്ത നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വന്തം സ്വാർത്ഥതയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളിൽ നിന്നും മാറി നിന്നാൽ നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഏറ്റവും ഗുണമുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ നല്ല മാനസികമായ സന്തോഷവും സാമ്പത്തികമായ നേട്ടവും അനുഭവിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.